നമ്മുടെ മനസ്സിലൊരാഗ്രഹം കിടപ്പുണ്ടെങ്കിൽ, ഉറങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അതിനെ പുറത്തോട്ട് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നമ്മുടെ ബന്ധുക്കൾക്കോ അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കോ ഒന്നുമല്ല, നമുക്ക് മാത്രമാണ്. അത് പുറത്തോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ സർവ്വ എഫേർട്ട് എടുക്കേണ്ട ആവശ്യമുണ്ട്. ഒരു കാര്യം നമ്മൾ ചിന്തിക്കുക, ഇന്നത്തെ കാലത്ത് എഡ്യൂക്കേഷൻ കൊണ്ട് മാത്രം നമ്മുടെ ലൈഫ് സക്സസ് ആയി പോകണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മുടെ മൈൻഡ് പലയിടത്തും കൺട്രോളിങ്ങിൽ നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ പലയിടത്തും സക്സസ് ആകാതിരിക്കുന്നതിൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ ഡ്രീമിനെ, നമ്മുടെ ആഗ്രഹങ്ങളെ, നമ്മളൊരു വീട്ടമ്മയായിരിക്കാം, മക്കളെയും കൊണ്ട് ഒതുങ്ങിയിരിക്കുന്നവരായിരിക്കാം, പക്ഷെ നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ പുറത്ത് കൊണ്ടുവരണം. മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് ഓർത്ത് നമ്മളൊന്നും ചെയ്യാതിരിക്കരുത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരിക്കലും നമ്മൾ സക്സസ് ആവില്ല. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ വെറും സീറോ ആയിട്ടിരിക്കും. എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത് ഫിനാൻസ് ഇല്ലെങ്കിൽ, സാമ്പത്തികമില്ലെങ്കിൽ ആർക്കും സമൂഹത്തിലൊരു വില ഉണ്ടാവില്ല. അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. എൻ്റെ ലൈഫ് കൊണ്ട് ഞാനത് മനസ്സിലാക്കിയൊരു കാര്യമാണ്. ഒട്ടും ഒരുപാട് കഷ്ടതകളും പ്രയാസങ്ങളും അനുഭവിച്ചു വന്നൊരു വ്യക്തിയാണ് ഞാൻ. സാമ്പത്തികമായിട്ടാണെങ്കിലും സാമൂഹികമായിട്ടെല്ലാം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വന്നൊരു വ്യക്തിയാണ്. അന്നാണ് ഞാൻ പൈസയുടെ വില എന്താണെന്ന് മനസ്സിലാക്കിയത്. നമ്മൾ സമൂഹത്തിൽ നമ്മൾ മനുഷ്യനെ അംഗീകരിക്കണമെങ്കിൽ, നമുക്ക് റെസ്പെക്റ്റ് തരണമെങ്കിൽ, എത്രയൊക്കെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ, എന്തൊക്കെ ഫിലോസഫി പറഞ്ഞെന്ന് പറഞ്ഞാലും സാമ്പത്തികം, ഫിനാൻസ് ഇല്ലെങ്കിൽ അത് നമുക്ക് വളരെ നഷ്ടമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മുടെ സ്വപ്നത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുക. എൻ്റെ സ്വപ്നത്തിലേക്ക് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. ഞാനൊരു ബൂട്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന അഫോർഡബിൾ റേറ്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞാൻ ഇഷ്ടപ്പെടുന്നു. നിങ്ങളുടെ അഭിപ്രായത്തിനനുസരിച്ച് ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വന്നൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് ഞാനും ഡ്രസ്സൊക്കെ ഇടാനായിട്ട് ഒരുപാട് കൊതിച്ച കാലങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ഞാൻ മറ്റുള്ളവർക്കായിട്ട് ഡ്രസ്സ് സെയിൽ ചെയ്യാനായിട്ട് ചെയ്യുമ്പോൾ എനിക്കറിയാം എൻ്റെ കഷ്ടപ്പാട് എത്രത്തോളം ഉണ്ട്, ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന്. അതുകൊണ്ട് തന്നെ ഒരു കസ്റ്റമറിന്, ഒരു സാധാ വ്യക്തിക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലുള്ള നല്ല ക്വാളിറ്റിയിൽ, നല്ല ക്വാണ്ടിറ്റിയിൽ ഞാൻ ഡ്രസ്സ് കൊടുക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് ആവശ്യമാണ്. നീതികേടായിട്ടൊന്നും ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിന് ഹിതമാർന്ന രീതിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇതെൻ്റെ ഒരു സ്വപ്നവും ദൈവം എനിക്ക് തന്നിരിക്കുന്ന ഒരു വാഗ്ദത്തവുമാണ്. ആ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് നീങ്ങുന്നത്. അപ്പം അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. എൻ്റെ സ്വപ്നമാണ്, എൻ്റെ ജീവിതമാണ്.